വിമാനത്തിൽ കയറുന്ന എല്ലാവരും എങ്ങനെയാണ് ആദ്യം എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആക്കണമെന്ന് പഠിക്കണം. കാരണം എങ്ങാനും ഇത് പറന്നു പോകുമ്പോൾ എങ്ങാനും വല്ല വിഷയം വന്നു കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് കൂടെ എടുത്ത് താഴെ ചാടണം. അങ്ങനെയൊക്കെയാണ് പലരും വിചാരിച്ചു. കുറെ ഫേക്ക് ന്യൂസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി എക്സിറ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അത്രയും പ്രശ്നമായിരിക്കും പുറത്തുനിന്ന് വരുന്നുണ്ട്. ഒരിക്കലും ഓപ്പൺ ആകാൻ. എമർജൻസി എക്സിറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഫ്ലൈറ്റ് ഇൻ കേസ് ലാൻഡിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ എമർജൻസി ആണെന്ന് നമുക്ക് എടുത്തോട്ട് പുറത്ത് ചാടാൻ പറ്റും. നേരെ അതിന്റെ വിങ്ങിലേക്കായിരിക്കും വരുന്നുണ്ട്. അവിടെ നമുക്ക് നേരെ സ്ലോപ്പ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എടുത്ത് ചാടാൻ പറ്റുമോ. ഒരിക്കലും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും കണ്ടന്റ് കിട്ടിന്റെ ആഘോഷത്തിലാണ്. പല രീതിയിലും പലരും ആ ഒരു പുള്ളി രക്ഷപ്പെട്ടത് എമർജൻസി എക്സിറ്റിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് പുള്ളിയുടെ ഒരു കഴിവെന്നോ അല്ലെങ്കിൽ പുള്ളി ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് പുള്ളി എന്തോ ഭാഗ്യം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ മീഡിയക്കാരാണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് കണ്ടന്റ് കിട്ടിയതിന്റെ ആഘോഷത്തിലാണ്. പലരും പല രീതിയിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് ഫ്ലൈ ആകുമ്പോൾ മാത്രമേ ഫ്ലൈ ആകുമ്പോൾ വർക്ക് ആവില്ല. ലാൻഡിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പൊ എല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്ന എല്ലാവരും തന്നെ എമർജൻസി എക്സിറ്റ് എങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചോളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ബാക്കി വരുന്ന പോലെ അല്ലെ, എല്ലാം നമുക്കിപ്പോ 100% പ്രെഡിക്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അത്ര എനിക്ക് പറയാനുള്ളൂ.